നമുക്ക് വീണ്ടും സംസാരിക്കാനുള്ളത് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തെക്കുറിച്ച് തന്നെയാണ്. അത് അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം. ഇതിൽ അവർ വളരെ ഒരു ഇതോടുകൂടി അവരുടെ F-35 വിമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര മികവാർന്ന വിമാനമാണ് എന്ന രീതിയിലാണ് രംഗത്ത് അവർ ഇറക്കിയിരിക്കുന്നത്, അവരുടെ പ്രതിരോധ മന്ത്രാലയം. ഫലത്തിൽ ഈ അവർ പുറത്ത് ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഉള്ള നിലവിലുള്ള ഈ F-35 വിമാനങ്ങളിൽ ആകെ ഉള്ളതിൽ വളരെ കുറച്ച് മാത്രമേ വർക്കിംഗ് കണ്ടീഷനിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് F-35 വിമാനം, അതിൻ്റെ ഈ ഒരു അവസ്ഥ അതൊന്ന് പറയും. ഇത് ഈ F-35 എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും സാങ്കേതിക സവിശേഷതയുള്ള അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനമെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഒരു പക്ഷേ ഏറെക്കുറെ ലോകത്തെമ്പാട് അംഗീകരിക്കപ്പെടുന്ന ഒരു വിമാനമാണ്. 5ാം തലമുറ വിമാനം. ഈ 5th ജനറേഷനിൽപ്പെട്ട എല്ലാ ഗുണഗണങ്ങളും അവകാശപ്പെടുന്ന ഏക വിമാനം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് അമേരിക്കൻ നിർമ്മിതമായ ബ്രിട്ടൻ എയർഫോഴ്സിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു F-35 അവിടെ വന്ന് ആഴ്ചകളോളം അവിടെ കിടന്നു, 1 മാസത്തോളം. ഡൊമസ്റ്റിക്കിന്റെ ഇപ്പുറത്തെ അതെ, അവിടെ കിടന്നു. അതൊരു കൗതുക വാർത്തയായിരുന്നു, നാണക്കേടായിരുന്നു. കാര്യം ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടായി. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സഖ്യരാഷ്ട്രമല്ല. ഒരു അമേരിക്കൻ യുദ്ധവിമാനം ഒരു സഖ്യരാഷ്ട്രമല്ലാത്ത ഒരു രാജ്യത്തിന്റെ ഒരു വിമാനത്താവളത്തിൽ പോയി വെയിലും മഴയും കൊണ്ട് കിടക്കുക. നീണ്ടകാലം കിടന്നു, 1 മാസത്തോളം കിടന്നു. കാര്യം അതിന്റെ എന്താ സാങ്കേതിക പിഴവ് സംഭവിച്ചതാണ് ആ വിമാനത്തിന്. പിന്നീട് അതിന്റെ തന്നെ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ടാണ് അത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോയത്. ഈ വിമാനം നമ്മുടെ തലയിൽ വെച്ച് കെട്ടിവെക്കാനായിട്ട് ട്രംപ് പതിച്ച പണി 18 നോക്കുന്നുണ്ട്. കാര്യം ഭയങ്കര ചെലവേറിയ ഒരു വിമാനമാണ്. ഈ വിമാനത്തിന് ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ അതിന്റെ ബേസ് മോഡലിന് മാത്രം 750 കോടി രൂപ ചെലവുണ്ട്. അതിന്റെ ടെക്നോളജിയൊക്കെ പിന്നെ പഠിക്കേണ്ടി വരില്ല. അതെ, 750 കോടി മുതൽ 1220 കോടി വരെയാണ് ഇതിന്റെ ചെലവ്. പല വേരിയന്റ് ഉണ്ട്. അതായത് സാധാരണ വിമാനങ്ങൾ അറിയാലോ, ഒരു റൺവേ ആവശ്യം ഉണ്ടാകും, പറന്ന് ഓടി വന്ന് പറന്ന് ഉയരുന്നതാണ് സാധാരണ. പക്ഷേ ഈ F-35 പുതിയ വെർഷൻ നമ്മുടെ ഹെലികോപ്റ്ററുകൾ പറന്ന് ഉയരുന്നത് പോലെ നിന്ന നിപ്പിൽ പറന്നുയരാനും അതേപോലെ ലാൻഡ് ചെയ്യാനും റൺവേ വേണ്ട. ഈ സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ വിമാനവാഹിനി കപ്പലുകളിൽ പോലും ഇതിനെ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയ്ക്ക് സാങ്കേതിക സവിശേഷതകളാണ്. പിന്നെ ഇതില് ഒരു പറക്കുന്ന കമ്പ്യൂട്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോലും. പൈലറ്റുമാർക്ക് പണി വളരെ കുറവാണ്. AI സാങ്കേതിക വിദ്യ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിമാനം പ്രവർത്തിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഒരു പൈലറ്റ് അയാൾ വിമാനത്തിലുള്ള ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളെല്ലാം നിയന്ത്രിച്ചാണ് ഒരു വിമാനം പറത്തുന്നതെങ്കിൽ ഇതിൽ ഈ പൈലറ്റ് ഒരു ഹെൽമെറ്റ് ധരിക്കും. നമ്മുടെ ഈ AI നമ്മുടെ വീഡിയോ ഗെയിമൊക്കെ നമ്മൾ കാണാറില്ലേ, ഒരു കണ്ണിൽ ഒരു കണ്ണാടി പോലെ ധരിച്ചിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ സ്വയം നിയന്ത്രിക്കും. ഇതേപോലെ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഈ F-35 പൈലറ്റ് ആ വിമാനം പറത്തുന്നത്. എല്ലാം അയാൾ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതിനപ്പുറം അയാളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഒരു TV സ്ക്രീനിൽ കാണുന്ന പോലെ സംവിധാനത്തിൽ അയാൾക്കെല്ലാം കാണാൻ പറ്റും. മനസ്സിലായി. അപ്പൊ ഈ വിമാനം നിലവിൽ നമ്മുടെ അമേരിക്കയുടെ കയ്യിൽ 800 എണ്ണം ഉണ്ട്. F-35 800 F-35 വിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. 2040 ഈ 800 എന്നുള്ളത് 1700 വർദ്ധിപ്പിക്കാനായിട്ടാണ് അവരുടെ പരിപാടി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാലഹരണപ്പെട്ട പഴയ വിമാനങ്ങളൊക്കെ മാറ്റി എല്ലാ വിമാനങ്ങളും ഓൾമോസ്റ്റ് എല്ലാ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും F-35 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങളുടെ ആ ശ്രേണിയിലേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഇതിനെക്കുറിച്ച് ഈ പെന്റഗൺ അവരുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് വർഷാവർഷം ഓഡിറ്റ് തയ്യാറാറുണ്ട്. എത്ര വിമാനങ്ങൾ പ്രവർത്തന സജ്ജമാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് പ്രകാരം അവർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇത്തിരി രസകരമാണ് കാര്യങ്ങൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അമേരിക്കയുടെ കൈവശമുള്ള F-35 വിമാനങ്ങളിൽ 4ൽ 1 വിമാനം മാത്രമേ പൂർണ്ണ സജ്ജമുള്ളൂ. 4ൽ 3 വിമാനങ്ങളും അറ്റകുറ്റപ്പണിക്കായിട്ട് വർക്ക്ഷോപ്പിലായിരിക്കും, കട്ടപ്പുറത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി വിമാനങ്ങൾക്ക് 2 തരത്തിലുള്ള ക്ഷമതയാണ് നമ്മൾ നോക്കുക. ഒന്ന് മിഷൻ ക്യാപ്പബിളും, 2 ഫുൾ മിഷൻ ക്യാപ്പബിൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു വാഹനം വാങ്ങുന്നു. അതെ, ആ വാഹനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് നമ്മൾ കരുതുക. നമ്മളിപ്പോൾ 5 ലക്ഷം രൂപ ഉപയോഗിച്ചൊരു കാറ് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ കാറ് വാങ്ങാൻ നേരത്ത് അവിടുത്തെ എഞ്ചിനീയർ പറയും ഇതിൽ ഫുൾ മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിൻഡോയാണ്, സ്വിച്ച് ഇട്ടാൽ മതി എല്ലാം വരും, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഇത്തരം സവിശേഷതകളൊക്കെ ഉണ്ടല്ലോ. സവിശേഷതകളെ കുറിച്ച് ഇപ്പൊ നമുക്ക് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് മഴയില്ലാത്തപ്പോൾ ഈ കാറ് സുഗമമായിട്ട് പോകാം.
എന്ന് ഇരിക്കട്ടെ. മനസ്സിലായി. കാര്യം നമുക്കപ്പോൾ അതിൻ്റെ വൈപ്പർ ഉപയോഗിക്കേണ്ടതില്ല, വേണമെങ്കിൽ ഗ്ലാസ് ഒക്കെ തുറന്നിടാം. അപ്പോൾ ആ വിമാനം ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ മിഷൻ ക്യാപ്പബിൾ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആ വിമാനത്തിനെ നമുക്ക് പരിശീലന പറക്കലിന് ഉപയോഗിക്കാം, മനസ്സിലായി, അല്ലെങ്കിൽ എങ്ങോട്ടേക്കെങ്കിലും പറത്തിക്കൊണ്ട് പോകാം, മനസ്സിലായി. അപ്പോൾ അതിനെയാണ് മിഷൻ ക്യാപ്പബിൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2021 67% വിമാനങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റും. മിഷൻ ഒരു കൃത്യം ചെയ്യാൻ ഏതാണ്ടൊക്കെ ഒപ്പിക്കാം. 2025 ആയപ്പോൾ അത് 44% കുറഞ്ഞു. ഇനി ഫുൾ മിഷൻ ക്യാപ്പബിൾ എന്ന് പറഞ്ഞാൽ ആ വിമാനം അത് എന്തൊക്കെ സവിശേഷതകളാണോ അവർ അവകാശപ്പെടുന്നത് ആ സവിശേഷതകളെല്ലാം അതിന് നിർവഹിക്കാൻ പറ്റണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2021 അതിൻ്റെ നിരക്ക് 38%. 2025 ആയപ്പോൾ അത് 25% കുറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു കാറ് വാങ്ങി വെയിലുള്ളപ്പോൾ ഓടിച്ചുകൊണ്ട് പോകാം, അത് ഈ നിരക്കാണ്. എന്നാൽ മഴയുള്ളപ്പോൾ പറ്റുമോ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. ഈ ആവശ്യത്തിന് ഉപകരിക്കില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോൾ അതെ അതെ. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഒരു 13.7 ബില്യൺ രൂപ, ബില്യനാണേ, അപ്പൊ അതിന്റെ എണ്ണം, പൂജ്യത്തിന്റെ എണ്ണം കുറെ കൂടി കൂടും, അത്രയും രൂപ മുടക്കി ഒരു റിക്കവറി പ്ലാൻ നടപ്പിലാക്കി. അതായത് ഈ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പൂർണ്ണ സജ്ജമാക്കാനായിട്ട്. അപ്പൊ ഇത് പ്രകാരം ഗ്ലോബൽ സപ്പോർട്ട് സൊല്യൂഷൻ റീസെറ്റ് എന്നാണ് അവർ ഇട്ടിരിക്കുന്ന പേര് തന്നെ. 2031 വരെയാണ് ആ പദ്ധതി നീണ്ടു നിൽക്കുക. അപ്പൊ അത് പ്രകാരം ഇതേപോലെയുള്ള വിമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണി മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി സജ്ജമാക്കാനായിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്. ഇത് പ്രകാരം അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് $8 ബില്യൺ അവർ വകയിരുത്തിയിട്ടുണ്ട്. നേവിക്ക് $3.2 ബില്യൺ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മറൈൻ കോപ്സ്, അതായത് നമ്മുടെ തീരസംരക്ഷണ സേന അതേപോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അവർക്ക് $2.6 ബില്യൺ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവര് എന്തുകൊണ്ട് ഈ വിമാനങ്ങൾക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ ഉണ്ട്. ഒന്നാമത്തത് സപ്ലൈ ചെയിൻ ബോട്ടിൽ നെക്സ്, അതായത് ഇത് ഒരുപാട് നൂതനമായ സാങ്കേതിക വിദ്യകൾ സംയോജിക്കുന്ന ഒരു സ്ഥലം ഇത്. അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ പാർട്സുകൾ പല പല കമ്പനികളായിരിക്കും നിർമ്മിക്കുക. രസകരമായ റിപ്പോർട്ട് വന്നു, ഈ F-35 വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എഞ്ചിന്റെ നിർണായകമായ ഒരു സംഗതി ചൈന നിർമ്മിതമാണ് എന്ന് വരെ വിവരങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ വിമാനമാണെങ്കിൽ പോലും അതിന്റെ ചില സംവിധാനങ്ങളൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല കമ്പനികളിൽ നിന്നോ, ഇപ്പൊ ലോക്ഹീഡ് മാർട്ടിനാണ് നിർമ്മിക്കുന്നതെങ്കിലും മറ്റു പല കമ്പനികളെയൊക്കെ ആശ്രയിച്ചാണ്. അപ്പൊ അത് കൃത്യമായി കിട്ടുന്നില്ല. ചില സംവിധാനങ്ങൾ യഥാസമയം അവർക്ക് കിട്ടുന്നില്ല. പിന്നെ സ്പെയർ പാർട്സുകളുടെ ഷോർട്ടേജ്, ചില സാധനങ്ങളൊക്കെ മാറ്റിയിടാനായിട്ട് സ്പെയർ പാർട്സുകൾ കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ നിർമ്മിച്ചു തരാനും മറ്റുമായിട്ട് ഓരോ കരാറുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഈ നിശ്ചയിച്ച സമയത്ത് അവർ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അവരെ കൊണ്ടും സാധിക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഭീമമായ കാശ് ഇതിനു വേണ്ടി തലമുറ യുദ്ധവിമാനമാണ്, വലിയ രീതിയിൽ പണം ചെലവാക്കുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ടുള്ള പ്രയോജനം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിമാനം ഒരു പറക്കുന്ന കമ്പ്യൂട്ടർ എന്നാണ് മനസ്സിലാക്കുക. അപ്പം കോഡിംഗ് എന്നോ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അതിന്റെ ഭാഷയുണ്ടല്ലോ, അത് പ്രകാരം കോഡിങ്ങിലൂടെയാണ് ഇത് രേഖപ്പെടുന്നത്. അപ്പൊ ഇതില് നിരവധിയായ ബഗ്ഗുകൾ കടന്നുകൂടും. അതായത് തെറ്റുകുറ്റങ്ങൾ, അല്ലെങ്കിൽ ചുരുക്കി പറയും നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ പോലെ വൈറസ് ബാധയോ അതേപോലുള്ള പ്രശ്നങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനമാണ്. അപ്പൊ അത് പരിഹരിക്കാനായിട്ട് ഇപ്പൊ ഇത് യന്ത്ര സംവിധാനങ്ങളുടെ തകരാറ് മാത്രമല്ല, കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ തകരാറ് മൂലവും അതായത് പകുതിയിലധികം വിമാനങ്ങളും അറ്റകുറ്റപ്പണികൾക്കായിട്ട് സദാസമയം ഹാങ്ങറുകളിൽ തന്നെ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരം. പിന്നെ ഈ വിമാനം ഞാൻ പറഞ്ഞല്ലോ 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. ശബ്ദത്തിനേക്കാൾ 10 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ, 10 മടങ്ങല്ല, ശബ്ദത്തിനേക്കാൾ ഇരട്ടിയധികം വേഗതയിൽ സഞ്ചരിക്കാൻ ഉള്ള ശേഷിയുള്ള വിമാനങ്ങളാണ്. കാര്യം കുതിച്ചു പായുക. അപ്പോൾ ആ വിമാനം പരമാവധി വേഗതയിൽ, അതിന്റെ പരമാവധി വേഗതയിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ പോലും ഈ വിമാനത്തിന് കേടുപാട് പറ്റും അത്രേ. കാരണം ഈ വിമാനത്തിന്റെ ഈ ടെയിൽ ഭാഗമുണ്ടല്ലോ, അതാണ് ഇതിന്റെ ദിശ നിർണ്ണയിക്കാൻ. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുകയും വളയുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ഈ അതിവേഗതയിൽ നിരന്തരം സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഗതി വീണ്ടെടുക്കാനായിട്ടൊക്കെ നിരന്തരം ശ്രമിക്കുമ്പോൾ അതിന് കേടുപാട് പറ്റാം. ഇതിന്റെ ടെയിൽ ഭാഗത്തിന് കേടുപാടുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇതൊരു സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനമാണ്. അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച്
പോവുക. ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതൊരു കോട്ടിംഗ് ആണ്. നമ്മൾ ഈ ഗ്യാസ് അടുപ്പുകളിൽ നമ്മൾ മറ്റേ എണ്ണ ഉപയോഗിക്കാത്ത ഫ്രൈ പാനുകൾ ഉപയോഗിക്കില്ലേ എന്ന് പറയുന്നത് അതൊരു തരം കോട്ടിംഗ് ആണല്ലോ എന്ന് പറയുന്നത് പോലെ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾക്കും റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് വിമാനങ്ങളിൽ ഒരു തരം കോട്ടിംഗ്, ഒരു ചുരുക്കി പറഞ്ഞ ഒരു പെയിന്റ് അടിക്കുന്നത് കരുതുക. അതേപോലെയുള്ള സംവിധാനങ്ങൾ ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഏറ്റവും നിർണായക സംഗതി ഇതിന്റെ പവർ ആൻഡ് തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം. ഈ വിമാനത്തിൽ നിരവധിയായ സൂക്ഷ്മമായ കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ വിമാനത്തിന്റെ താപനിലയെ കൂടാതെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ഹീറ്റ് ആകും, അതും ചൂടാകും. അപ്പൊ അത് കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളിലുള്ള തകരാറ് ഇതിൽ കാണപ്പെടുന്നു. കൂടാതെ ഇതിന്റെ കോക്പിറ്റില് ഇതിന്റെ വായുവിന്റെ സമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ പാളിച്ചകൾ പറ്റും. അങ്ങനെ പറ്റുമ്പോൾ ഈ വിമാനം ഓടിക്കുന്ന പൈലറ്റ്, അത് സാധാരണ ഒരു മനുഷ്യനാണല്ലോ, അയാൾക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വന്നിട്ട് ഈ സൈനസ്, അതായത് നമ്മുടെ ഈ മുഖത്തുള്ള ഈ ഭാഗം, അതിന് അതിയായ സമ്മർദ്ദം അനുഭവപ്പെടും. ചിലപ്പോൾ മൂക്കിൽ കൂടി രക്തമൊക്കെ വന്നേക്കാം. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഈ ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ബോധക്ഷയം, കുറച്ചു നേരത്തേക്ക് ബ്ലാക്ക് ഔട്ട് ആകുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ നിരന്തരമായി ഉണ്ടാകുന്നു എന്നും പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഫുള്ള് ചെയ്യുന്നത്. ഈ ഹെൽമെറ്റിൽ ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വരുന്നുവെങ്കിലും രാത്രികാല സമയത്ത് ചിലപ്പോ ഇതിന്റെ ഈ അതിന്റെ വിഷന് ചില പാളിച്ചകൾ സംഭവിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി കിട്ടില്ല. ഇനി ഏറ്റവും പരമപ്രധാനമായ സാധനം, ഇതിന് 750 കോടി മുതൽ 1220 കോടി രൂപ വരെയാണ് ചെലവ് ഇത് വാങ്ങാനായിട്ട്. ഇത് വാങ്ങി വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് പറത്തണ്ടേ. പറത്തണമെങ്കിൽ 1 മണിക്കൂറിൽ ഏതാണ്ട് 33 ലക്ഷം രൂപ പ്രവർത്തന ചെലവും ഈ വിമാനത്തിന് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും കാശ് മുടക്കിയാൽ മാത്രം പോരാ, മുട്ടിന് ഇതിന് പണിയും വരും. അതിന് അറ്റകുറ്റപ്പണിക്ക് പുതിയ വണ്ടി മേടിച്ച് നിരന്തര സർവീസ് സ്റ്റേഷനിൽ കയറ്റിയുള്ള മാനസികാവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ വിമാനം ഒരു കാരണവശാലും ഇന്ത്യ വാങ്ങേണ്ടതില്ല എന്നുള്ള ഒരു ഉപദേശം പ്രധാനമന്ത്രിക്ക് മോദിക്ക് ഇവിടെയുള്ള ഡിഫൻസ് വിദഗ്ധന്മാർ കൊടുത്തത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും ട്രംപിനെ കാണാൻ ചെന്നപ്പോൾ ട്രംപ് കൈ കൊടുക്കുന്നതിന് മുമ്പേ F-35 കാര്യമാണ് മോദിയോട് സംസാരിച്ചതെന്ന് പറയുന്നത്. കാര്യം അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പല സഖ്യ രാജ്യങ്ങൾക്ക് ഇത് കെട്ടിയേപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പലരും ഈ അമ്മളി പറ്റി ഇരിപ്പുണ്ട്. കാര്യം ഇത് ഈ നായ്ക്ക് പുതിയാൻ തേങ്ങ കിട്ടിയ പോലുള്ള അവസ്ഥ. അപ്പൊ ഇത് ഇന്ത്യക്ക് തരാനായിട്ട് അവർ തയ്യാറാണ്. പക്ഷെ ഇന്ത്യ ആ സമയത്ത് സ്വന്തമായി ഇത് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. പിന്നെ വേണമെങ്കിൽ ഇപ്പം തീരെ നിവൃത്തിയില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് സുഖോയ് 57 എന്ന് പറയുന്ന ഒരു വിമാനം വാങ്ങാം. ആ ഒരു ഓപ്ഷൻ ഇന്ത്യ, അല്ലാണ്ട് ജമ്മത്ത് ഈ F-35 ഇവിടെ വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട.